ഔദ്യോഗികമായി ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ എന്ന് ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ആകെയുള്ളത് രണ്ടുപേരും ആക്രമിക്കില്ല, അനാക്രമണ സന്ധി എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതാണ് ഈ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിക്ക് നമ്മൾ പ്രഖ്യാപിച്ചത്. 3 മണിക്ക് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് DGMO, ഇന്ത്യയിലെ DGMOനെ വിളിക്കുന്നു. പ്രധാന മിലിറ്ററി ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ ഹോട്ട്ലൈനിൽ സംസാരിക്കുന്നു. അങ്ങനെയാണ് ആക്രമണം ഉണ്ടാകില്ല എന്ന് പറഞ്ഞത്. അതിന്റെ പിന്നിലെ കഥകൾ ഒക്കെ ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ അമേരിക്ക ഇടപെട്ടിരുന്നു എന്നതൊരു സത്യമാണ്. ഇന്ത്യ നിഷേധിച്ചിട്ടില്ല, ഇന്ത്യ പറഞ്ഞിട്ടില്ല. ഇന്ത്യ അമേരിക്ക ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത്? പാകിസ്ഥാൻ വലിയ തോതിൽ ഒരു ആക്രമണത്തിന് ഒരുങ്ങുന്നുവെന്ന വിവരം അമേരിക്കയ്ക്ക് കിട്ടും. ആ വിവരം ഇന്ത്യക്കും കിട്ടിയിട്ടുണ്ട്, ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ആ വിവരം അമേരിക്കയ്ക്ക് കിട്ടുമ്പോൾ അവിടുന്ന് JD വാൻസ് എന്ന് പറയുന്ന അവിടുത്തെ ഉദ്യോഗസ്ഥൻ നമ്മളെ വിളിച്ചു പറയുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു പറയുന്നു, ഇങ്ങനെതാ പാകിസ്ഥാൻ വലിയ ആക്രമണത്തിലേക്ക് പോവുകയാണ്, അത് വലിയ യുദ്ധത്തിലേക്കും നാശത്തിലേക്കും നയിക്കും, അത് ഒഴിവാക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭയവുമില്ല, നേർപ്പെട്ടാൽ ഞങ്ങൾ തിരിച്ചടിക്കും. ഇന്ത്യൻ സൈന്യം എക്കാലത്തും അതിന് ശേഷിയുള്ളത് തന്നെയാണ്. പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ച ഒരു സൈന്യമാണ് 50 കൊല്ലം മുമ്പ് നമുക്കുള്ളത്. എന്നിട്ട് വേണ്ടി അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെ ഒരു ഭീഷണി മുഴക്കണ്ട, ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. മാത്രമല്ല, ഇന്ത്യ ആ ഭീഷണിയുടെ ഫലമാണ് റാവൽപിണ്ടി അടക്കം പല സ്ഥലങ്ങളിൽ സൈനിക കേന്ദ്രങ്ങളിലൊക്കെ ശക്തമായ പ്രത്യാക്രമണം നടത്തിയത്. ആ പ്രത്യാക്രമണം കൂടി കഴിഞ്ഞപ്പോഴാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനി മുമ്പോട്ട് പോയാൽ അത്ര ഗുണകരമല്ല എന്ന് മനസ്സിലാവുകയും പാകിസ്ഥാൻ അമേരിക്കൻ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ മറ്റ് വിദേശ രാജ്യങ്ങളെ വിളിക്കുകയും ഞങ്ങൾക്ക് വെടിനിർത്തൽ അല്ലെങ്കിൽ തൽക്കാലം അണാക്രമണത്തിന് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണ് പാകിസ്ഥാന്റെ DGMO ഇന്ത്യൻ DGMOയെ വിളിക്കുന്നതും കരാർ അങ്ങനെ ഒരു വരുന്നതും അതിന്റെ ബാക്കി ചർച്ചകൾ വരുന്നതും. അപ്പൊ ഇതിൽ ഇപ്പോഴും മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒരു പേര് മാത്രമാണ്. അതുകൊണ്ട് ഇത് അവസാനിക്കണമെന്ന് പറയാൻ പറ്റില്ല. പാകിസ്ഥാൻ ഇപ്പോഴും ആക്രമണങ്ങൾക്ക് ഒരുക്കുകൂട്ടുന്നുവെങ്കിൽ അത് വളരെ അപകടകരമായ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുക. അതൊരു സംശയമില്ല. പാകിസ്ഥാന് അങ്ങനെ അമേരിക്ക പറയുന്നുണ്ടെങ്കിൽ, പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ ഈ തന്ത്രപരമായി ഈ വെടിനിർത്തലിൽ ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകളാണ് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ നേരിട്ട് ഒരു മധ്യസ്ഥം വഹിച്ചു നമ്മൾ പറയുന്നില്ല, ആരും പറയുന്നില്ല. പക്ഷേ JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ സെക്രട്ടറി ഇവരെ വിളിച്ച് പാകിസ്ഥാനെയും ഇന്ത്യയെയും വിളിച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ചർച്ച ചെയ്തു. അത് ഇന്ത്യക്ക് എത്രത്തോളം നല്ലതാണ് എന്നൊക്കെയുള്ള തർക്കങ്ങൾ വേറെ നടക്കുന്നുണ്ട്. പക്ഷേ അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് പറയുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ചില അപകട നീക്കങ്ങൾ, ചില റിസ്ക് അഡ്വഞ്ചറിനൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്ന് ഇന്ത്യക്ക് വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ആക്രമണം ഇന്ത്യ ശക്തമാക്കിയത്. അതിന്റെ ഭാഗമായാണ് റാവൽപിണ്ടിയിലും അതുപോലെ അവരുടെ സൈനിക താവളങ്ങളിലും എയർ സ്പേസുകളിലും ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി. ഇന്ത്യ ശക്തമായ ആക്രമണം ഒരു മെസ്സേജായിരുന്നു. ആ മെസ്സേജ് എന്താ? വളരെ കൃത്യമായും, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മിസ് അഡ്വഞ്ചറിന് ശ്രമിച്ചാൽ അത് നടക്കില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നൽകിയ സൂചന, ആ സൂചന ഇന്ത്യ വേറൊരു തരത്തിലെടുത്തത്. മാത്രമല്ല, വാൻസിനോട് ഇന്ത്യ അപ്പം തന്നെ പറയുകയും ചെയ്തു, ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊരു ഭയമില്ല, ഇത് വന്നാൽ. അപ്പോൾ ആ ഒരു സാധ്യത തടയുക എന്നതാണ് ഇന്ത്യയുടെ ഓപ്പറേഷന്റെ പ്രാധാന്യമുണ്ടായിരുന്നത്. ഇന്ത്യ അതുകൊണ്ടാണ് റാവൽപിണ്ടിയിൽ അടക്കം പോയത്. അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മുടെ ടെററിസ്റ്റ് അല്ലെങ്കിൽ ഭീകരവാദികളുടെ കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിട്ടിരുന്നത്. സൈനിക കേന്ദ്രങ്ങളൊന്നും ലക്ഷ്യമിട്ടിരുന്നില്ല. ഈ ഒരു ഭീഷണി വന്നപ്പോഴാണ് ലക്ഷ്യമിട്ടത്. അത് താങ്ങാൻ പാകിസ്ഥാന് വലിയ ബുദ്ധിമുട്ടുണ്ടോ? അങ്ങനെയാണ് പാകിസ്ഥാൻ ഒരു ഗതികേടിന്റെ അർത്ഥത്തിൽ പാകിസ്ഥാൻ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെയായി ബന്ധപ്പെടുന്നതും അങ്ങനെ JD വാൻസ് ഇന്ത്യയുമായി ബന്ധപ്പെടുന്നതും. അപ്പൊ ഇന്ത്യ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു, ഞങ്ങൾ അമേരിക്കയുടെ ഇതിനല്ല, സംസാരിക്കണമെങ്കിൽ, അങ്ങനെ അനാക്രമണം ഉണ്ടാകണമെങ്കിൽ, ആക്രമിക്കില്ല എന്ന് ഉറപ്പുണ്ടാകണമെങ്കിൽ 2 മിലിറ്ററി ഹെഡും തമ്മിൽ സംസാരിക്കണമെന്ന് പറയുകയും 2 DGMOമാർ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ സംസാരിച്ചതിന് ശേഷമാണല്ലോ നമുക്ക് ഇത് വന്നത്. ഈ വിഖ്യാതമായ ഈ അനാക്രമണ സന്ധി, വെടിനിർത്തൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് വെടിനിർത്തൽ എന്നല്ല നമ്മുടെ കരാറിലുള്ളത് എന്നുള്ളതുകൊണ്ട്, ആക്രമിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ കരാർ ഇപ്പോൾ തൽക്കാലം നടപ്പിലായിരിക്കുന്നു. അതിനുശേഷവും പാകിസ്ഥാൻ ചില മിസ് അഡ്വഞ്ചറിന് ശ്രമിച്ചു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അത് പിന്നെ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. കാരണം അത് അവർക്കറിയാം, അവർക്ക് അന്താരാഷ്ട്ര പിന്തുണ കിട്ടില്ല. ഇന്ത്യയുടെ മൈറ്റി സൈനിക ശക്തിക്കെതിരെ പിടിച്ചു നിൽക്കാൻ
അവർക്ക് അധിക സമയം കഴിയില്ല. അതിനിടയ്ക്ക് ആദ്യം ന്യൂക്ലിയർ എന്നൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞ് പാകിസ്ഥാന് പെട്ടെന്ന് മനസ്സിലായി ന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ അത് വലിയ അബദ്ധമായി പോകും. അതുകൊണ്ട് പിന്നെ അവർ തിരുത്തിയേ അതിനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചില്ല, ഞങ്ങളുടെ അജണ്ടയിൽ അതില്ല എന്ന് ഉറപ്പിച്ച് പറയേണ്ടി വന്നു. കാരണം ന്യൂക്ലിയർ എന്നൊരു കാര്യം അവർ പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അവർക്ക് എതിരാവുകയും അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് പാകിസ്ഥാനിൽ ഇപ്പോൾ ഒരു ഒരു സമാധാനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ അനാക്രമണത്തിന് വേണ്ടിയുള്ള ഒരുങ്ങിയിട്ടുള്ളത് അമേരിക്കയുടെ കൂടി ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഇന്ത്യ നടത്തിയ റാവൽപിണ്ടിയിലും സൈനിക കേന്ദ്രങ്ങളിലും വ്യോമത്താവളങ്ങളിലും നടത്തിയ ആക്രമണവും അതിന് കാരണമായി എന്ന് നമുക്ക് കരുതേണ്ടി വരും.